ചിക്കൻ വാങ്ങുന്ന ദിവസം കറികളുടെ എണ്ണത്തിൽ നല്ല കുറവാണ് കേട്ടോ. ഇന്നിപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും പിന്നെ മോര് കറിയും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചേ. ചിക്കൻ കറി നേരത്തെ കുക്കറിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ രാവിലെ ആ പണി തീർന്നു കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ പൊരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചേട്ടന് ആ പൊടിയൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്നൊരു ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ. ഞാനിങ്ങനെ മീൻ പൊരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ വെളുത്തുള്ളി പിന്നെ കറിവേപ്പില പിന്നെ ഈ വറ്റൽ മുളകൊക്കെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് മിക്സ് ചെയ്തൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അതിലിട്ട് മുരിച്ചെടുക്കുക മീനൊക്കെ പൊരിച്ചതിന് ശേഷം. അതുപോലെ ഞാൻ ഇതിനൊന്നും നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ പുരട്ടി വെച്ചിരുന്ന ആ പാത്രത്തിൽ തന്നെ ഈ ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽ മുളക് കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും കശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ ട്രൈ ആയതുകൊണ്ട് തന്നെ എന്താവുമെന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ. പിന്നെ എനിക്ക് ഈ കടയിൽ നമ്മൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതിനകത്ത് ഈ പെരുംജീരകത്തിൻ്റെയൊക്കെ ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്, ചിലതിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ എന്തായാലും പെരുംജീരകമൊന്നും ഇട്ടില്ല. പെരുംജീരകം ഇടണമായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. ചില റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും പെരുംജീരകം ഉണ്ടായിരിക്കും, ചിലപ്പോൾ കാണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുകയാണ്, ഇനി എന്താവുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ അതിൻ്റെ പുറത്ത് അത് മുറിച്ചെടുത്തിട്ട് ലാസ്റ്റ് ഒന്ന് അതിലിട്ട് തന്നെ മുറിച്ചെടുത്തിട്ട് ഇതെങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മോര് കറി ഉണ്ടാക്കണം. അപ്പോൾ മോര് കറി എളുപ്പമാണല്ലോ, പെട്ടെന്നൊന്നും ഉണ്ടാക്കാനുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മോര് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ കറി ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ മോര് കറി വേണോ എന്നുള്ളതാണ്. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു ജസ്റ്റ് മോര് കറി ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ ചിക്കനുള്ള ദിവസം കറിയും പൊരിച്ചതും മാത്രമുണ്ട്. ചിലപ്പം ചിക്കൻ കറി മാത്രമായിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ട്, അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഒന്നൊരു സാലഡും വെച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പം മോര് കറി വയ്ക്കണോണ്ട് സാലഡ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇപ്പം മോര് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോര് കറി ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ ആദ്യമൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുമായിരുന്നു, പക്ഷെ അവനത് കഴിക്കാത്തതുകൊണ്ട് പിന്നെ ഞാനങ്ങ് നിർത്തി വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അതാ ചോറൊക്കെ കോരി അതിനകത്ത് ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് ചിക്കൻ കറിയും വെച്ച് ഇത് ചിക്കൻ പൊരിച്ചതും വെച്ച് ഇനി മോര് കറിയും കൂട്ടി കഴിക്കണം കേട്ടോ. വേറെ ഒന്നും എടുത്തില്ല. അച്ചാറിട്ടത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ എടുത്തില്ല. ഇത്രയും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അച്ചാറൊന്നും എടുത്തില്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം.